സായിപ്പിനൊപ്പം ഒരു രാത്രി പോയാൽ കിട്ടുന്നത് 1,00,000. നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? ശ്രേയ ഭീതിയോടെ ചോദിച്ചു. 5 സ്റ്റാർ ഹോട്ടലിൽ സായിപ്പിനൊപ്പം ഒരു രാത്രി കിട്ടുന്നത് 1,00,000. എൻ്റെ നെക്സ്റ്റ് സെം ഫീസിന് ചാച്ചക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല. ഞാൻ അവളെ നോക്കി കണ്ണുറുക്കി. ഡി, എന്നാലും വേറെ എന്തെങ്കിലും വഴി നോക്കിയാലോ? ഇത് തന്നെ വേണോ? ഇതിനേക്കാൾ നല്ല വേറെ വഴിയില്ല മോളെ. ഓരോ മാസവും 100 കാര്യങ്ങൾ മാറ്റിവെച്ച ചാച്ച ഹോസ്റ്റൽ ഫീസ് അടക്കുന്നത്. ഇവിടുത്തെ അച്ചാർ കമ്പനിയിൽ പാർട്ട് ടൈം ജോലി ചെയ്ത ബാക്കി കാര്യങ്ങളൊക്കെ ഒപ്പിക്കുന്നത്. നിനക്കെല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ? എന്നാലും ഇത് കേട്ട് പിന്നെ എൻ്റെ സമാധാനം പോയി. നീ ഒന്നുകൂടി ഒന്ന് ആലോചിക്കേ. ഇനി ഇതിൽ കൂടുതലൊന്നും ആലോചിക്കാനില്ല. ഈ ചാൻസ് എപ്പോഴും കിട്ടിയെന്ന് വരില്ല. വന്ന മഹാലക്ഷ്മിയെ പുറംകാലുകൊണ്ട് തട്ടിയെറിയല്ലേടി. ഡി, വീട്ടിലെങ്ങാനും അറിഞ്ഞാൽ? അറിയില്ല. നീ ഇനി വിളിച്ചുകൂട്ടി അറിയിക്കാതിരുന്നാൽ മതി. സേഫ്റ്റിക്ക് ഇനി എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ? ഒക്കെയുണ്ട്, നീ പേടിക്കാതെ. ഇവിടെ വല്ല നാമവും ജപിച്ചിരിക്കെ. അപ്പോഴേക്കും ഞാനും എത്തും. അവളുടെ മുഖത്തെ പേടി മാറിയിട്ടില്ല. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതാ. അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പും നഖം കടിച്ചുള്ള ഇരിപ്പും ഒരു ഇരിപ്പുറക്കാത്ത അവസ്ഥ. ഉള്ളിൽ എനിക്കും ഭയമുണ്ട്. പക്ഷെ അത് പ്രകടിപ്പിച്ചാൽ പിന്നെ പോകാൻ അവൾ സമ്മതിക്കില്ല. ചാച്ചനോട് ഒളിച്ചു ജീവിതത്തിലിരുന്ന് വരെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. എല്ലാം പറയണം ഇപ്പോഴല്ലേ. എല്ലാം കഴിഞ്ഞ് ചാച്ചൻ എന്നെ മനസ്സിലാവാതെ ഇരിക്കില്ല. ഇപ്പോൾ സമയം 4-6 മണിക്ക് ഹോട്ടലിൽ നിന്നും വണ്ടിയെത്തും. ചാച്ചനെ വിളിക്കണം. ആ ശബ്ദമൊന്ന് കേൾക്കണം. മനസ്സുകൊണ്ട് മാപ്പ് ചോദിക്കണം. ഫോൺ ബെല്ലടിച്ച് കയ്യാറപ്പോഴാണ് എടുത്തത്. ഹലോ, എന്താ മോളെ, ഈ നേരത്ത് നീ വിളിക്കാറില്ലല്ലോ? ചാച്ചൻ പറമ്പിൽ നനക്കുകയായിരുന്നു, അതാ വൈകിയത്. ചാച്ചന്റെ കിതപ്പ് കേൾക്കാനുണ്ടായിരുന്നു. ഒന്നുമില്ല ചാച്ച, വെറുതെ വിളിച്ചതാ. ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് തോന്നി. അമ്മച്ചിയും റോഷിയും എന്തിയെ? അവരും നനയ്ക്കാൻ ഒപ്പമുണ്ട്. മോളെ എന്നതാ? ഒന്നുമില്ല ചാച്ച, അവരോട് പറഞ്ഞാൽ മതി. ശബ്ദം ഇടറാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ചാച്ചൻ 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വരാം. ഒന്നുമില്ല ചാച്ച, ചാച്ചൻ വരേണ്ട. അടുത്ത ആഴ്ച ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ വെക്കുവാണേ. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരാശ്വാസം തോന്നി. ഉള്ളിലെ ഭയം ചെറുതായി നീങ്ങിയ പോലെ. ശ്രേയ അപ്പോഴും നഖം കടിച്ചു ചിന്തിച്ചിരിപ്പുണ്ട്. ഡീ, നാളെ ആകുമ്പോഴേക്കും ആ വിരൽ മൊത്തം തിന്നു തീർക്കുമോ? ഒന്നുമില്ലെങ്കിൽ ഒരു സായിപ്പല്ലടി. ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം ഒന്ന് മെച്ചപ്പെടുത്തട്ടെ. അവൾ എന്നെ ചേർന്നു നോക്കി. പുറത്തേക്ക് തിരിഞ്ഞിരുന്ന വേഗം കുളിച്ചു റെഡിയായി. പറഞ്ഞ ടൈം തന്നെ വണ്ടി വന്നു. അവളോട് യാത്ര പറഞ്ഞപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഹോട്ടലെത്തി എഗ്രിമെന്റ് ഫോം സൈൻ ചെയ്ത് കൊടുത്തു. രാത്രി 8 മണി മുതൽ രാവിലെ 6 വരെ, അതാണ് ടൈമിങ്. അവർ റൂം കാണിച്ചു തന്നു. 3rd ഫ്ലോർ 313. മനോഹരമായ റൂം. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ വിളിക്കാൻ ഒരു ബെൽ കാണിച്ചു തന്നു. ആൾ ദി ബെസ്റ്റ് നേർന്ന് അവർ പോയി. ഡോർ അടച്ചു. ഡിന്നർ ടേബിളിൽ വെച്ചിട്ടുണ്ട്. കഴിക്കാൻ തോന്നിയില്ല. ചെറുതായി ഭയം വന്നു തുടങ്ങി. വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ. നാളെ കിട്ടാൻ പോകുന്ന പണവും വീട്ടിലെ സാഹചര്യങ്ങളും ഓർമ്മിപ്പിച്ചു മനസ്സിനെ ധൈര്യപ്പെടുത്തി. സേഫ്റ്റിക്കുള്ളത് പുറത്തേക്ക് എടുത്തു. കുരിശും കൊന്തയും മനമൊരുകി പ്രാർത്ഥിച്ചു. നേരം വെളുത്തു. ഡോർ തുറന്നു. പുറത്ത് കയ്യടി, ബൊക്കെ, വീഡിയോ, ക്യാമറ, ഫ്ലാഷ് ലൈറ്റുകൾ, റിപ്പോർട്ടറുടെ ശബ്ദം. അങ്ങനെ ആദ്യമായി വർഷങ്ങളായി ഉപയോഗിക്കാതെ മുറിയിൽ ഒരു ദിവസം താമസിച്ചു വിജയിച്ചിരിക്കുന്നു മിസ് ഡയാന വർഗീസ്. ബ്ലൂ മൂൺ എന്ന 5 സ്റ്റാർ ഹോട്ടലിലെ 313 എന്ന മുറിയാണ് സായിപ്പിന്റെ പ്രേതശല്യത്തെ തുടർന്ന് വർഷങ്ങളായി അടഞ്ഞു കിടന്നത്. അങ്ങനെ സായിപ്പിനോടൊപ്പം ഒരു രാത്രി എന്ന ചലഞ്ചിൽ വിജയിച്ചിരിക്കുന്ന ധീരയായ ഒരു പെൺകുട്ടി.